സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ചീഫ് ജസ്റ്റിസാണ് BR ഗവായി. അതായത് ഇവിടെയുള്ള സംഘികളുടെയും സംഘപരിവാറുകാരുടെയും അവരുടെ ഒത്താശയ്ക്കൊത്ത് തുള്ളാത്ത ഒരേ ഒരു ചീഫ് ജസ്റ്റിസാണ്. പല നേട്ടങ്ങളും അവന്മാർ വാഗ്ദാനം ചെയ്തു, അതൊന്നും സ്വീകരിക്കാതെ ആ നിയമത്തിന്റെ വഴിയെ പോട്ടെന്നുള്ള രീതിയിൽ വിധി പ്രസ്താവിക്കുന്ന നമ്മുടെ BR ഗവായിയെ വണ്ടി തടയണം, അദ്ദേഹത്തിന്റെ വണ്ടി തടയണം, മുഖത്ത് തുപ്പണം. ആരാണ് പറഞ്ഞത്? TG മോഹൻദാസ്. ഇവനൊരു തെണ്ടിപ്പട്ടിയാണ്. അതായത് തെരുവ് പട്ടി ഉണ്ടല്ലോ, തെരുവ് പട്ടിയുടെ കഷ്ടമാണ് ഇവന് സംസാരിക്കാനുള്ള ഒരു കട്ടി പോലുമില്ല. അവൻ വിറച്ചാണ് സംസാരിക്കുന്നത്. അതായത് കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കുകയാണ്. അവൻ എപ്പോഴായിരുന്നാലും ചാവാൻ സാധ്യതയുണ്ട്, ഏത് സമയവും. അങ്ങനെയുള്ള പറയാണ് ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന്റെ കാർ തടയണം, മുഖത്ത് തുപ്പണം. നിന്റെ അമ്മയുടെ നായനുണ്ടല്ലോടാ തെണ്ടി, അയാളെ മുഖത്ത് പട്ടിയെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കണം. അപ്പോ ശരിയാവും, നീ പഠിക്കും. അതായത് നീ 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 എന്ന ഒരു തെണ്ടിപ്പട്ടി നിന്റെ അമ്മയ്ക്കും അച്ഛനും എന്താണ് ശാപം കേൾക്കുന്നത് ജനങ്ങളിൽ നിന്ന്? എന്തൊക്കെ പറയും? നിന്റെ അമ്മയെ അച്ഛനെ എന്തൊക്കെ പറയും? ഇപ്പൊ ഞാൻ പറയുന്നു, നിന്റെ അച്ഛൻ, നിന്റെ അമ്മയുടെ നായര്, അയാളുടെ മുഖത്ത് പട്ടിയെ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നീ പറഞ്ഞല്ല, നീ ഇതിങ്ങനെ പറഞ്ഞല്ല. നീ അപ്പോ എറിഞ്ഞ ഷൂസ്, അതായത് ഒരു തെണ്ടിയായ സംഘപരിവാരക്കാരൻ എറിഞ്ഞ ഷൂസ് നിനക്ക് നക്കാനായിട്ട് തരും. കാരണം നീയും നിന്റെ ആൾക്കാരും പണ്ട് ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ്, ഷൂസ് നക്കികളായിരുന്നു. അങ്ങനെ നക്കി കിട്ടിയ കുറെ സാധനങ്ങളൊക്കെ നിനക്കുണ്ട്. അപ്പോൾ ആ ഷൂസ് നിനക്ക് വേണം. പക്ഷെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തുപ്പണമെന്നാണ് നീ പറഞ്ഞത്. അപ്പൊ നിന്റെ അമ്മയുടെ നായല്ല മുഖത്ത് പട്ടിയെ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കണമെന്നാണ് ഇവിടെയുള്ള കേരളത്തിലുള്ള ജനങ്ങൾ പറയുന്നത്. നിനക്കതറിയാമോ? അപ്പോ നിന്റെ അമ്മയ്ക്കും അച്ഛനും നീ ഒരു 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 ഹറാമിയായ ഒരു പുത്രൻ, ആർക്കും വേണ്ടാത്ത ഒരു പുത്രനെ സൃഷ്ടിച്ചതിൽ അവർക്ക് കിട്ടുന്ന എന്താണ് സംഭാവനയാണ് നിന്നെ പറ്റി പറയുന്നത്. അപ്പോ നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, നീ ചത്താലും ശരി, നിന്റെ അമ്മയും അച്ഛനും നിന്നൊക്കെ ഉള്ളത് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും കാലാകാലവും. നീ മരിച്ചാലും ശരി, നീ മരിച്ച് മണ്ണടിഞ്ഞാലും ശരി, എന്തായാലും ശരി. അപ്പൊ നിന്നെ പോലെയുള്ള തെമ്മാടികൾക്ക് ഇവിടെ കേരളം ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുണ്ട്. ആ മനുഷ്യൻ വിചാരിച്ചെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമായിരുന്നു. പക്ഷെ